ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ഒരു നീരുറവയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ദൈവനിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി മതപ്രബോധനത്തിനായി അന്യനാടുകളിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയായ ഹാജറയും മകനായ ഇസ്മായിലും മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു. ദാഹം കൊണ്ട് വലഞ്ഞ കുഞ്ഞ് ഇസ്മായിൽ കരയാനായിട്ട് തുടങ്ങി. അത് സഹിക്കാനാവാതെ ഇസ്മായിലിനെ തറയിൽ കിടത്തി ആ മരുഭൂമിയിൽ വെള്ളമുണ്ടോ എന്ന് അലഞ്ഞു തിരിഞ്ഞ് ഹാജറ നടക്കാനായിട്ട് തുടങ്ങി. ആരുടെയെങ്കിലും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഹാജറ സഫാ മലയുടെ മുകളിലേക്ക് കയറി. പക്ഷേ ആരെയും അവിടെ കണ്ടില്ല. മലയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ആ അമ്മ കണ്ടത് തറയിൽ കിടന്ന കുഞ്ഞിൻ്റെ കാൽപാദം തൊട്ടടുത്ത് നിന്ന് അതിശക്തിയായിട്ടുള്ള ഒരു നീരുറവ പുറത്തേക്ക് വരുന്നതാണ്. ആ നീരുറവയുടെ ഒഴുക്ക് കണ്ട് സംസം എന്ന് ഹാജറ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ അർത്ഥം അടങ്ങുക എന്നായിരുന്നു. അതോടുകൂടി ആ നീരുറവയുടെ ഒഴുക്കിൻ്റെ വേഗത കുറയുകയും പിന്നീട് ആ ഉറവ സംസം എന്ന പേരിൽ പ്രശസ്തമാവുകയും ചെയ്തു. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ജലമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ജലമാണ് സംസം. പിന്നീട് നടത്തിയ പല പരിശോധനകളിൽ ഈ ജലത്തിൽ വൈറസോ ബാക്ടീരിയയോ ഒന്നും ജീവിക്കുന്നില്ല എന്ന് കണ്ടു. അത് മാത്രമല്ല, ധാതുക്കളായ കാൽസ്യവും മഗ്നീഷ്യവും സോഡിയവും ഒക്കെ ഇവയിൽ അടങ്ങിയിട്ടുണ്ടെന്നും പിന്നീട് കണ്ടെത്തുകയുണ്ടായി. ശരിക്കും എങ്ങനെയാണ് ഈ മരുഭൂമിയിൽ നിന്ന് ഇത്രയും പരിശുദ്ധമായിട്ടുള്ള വെള്ളം ഇത്രയും വർഷമായി കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരിക്കലും ഉത്തരം നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല. തീർച്ചയായും അത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി തന്നെയാവാം.